afternoon. Okay. Screen ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഇച്ചിരി ലാഗ് വന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ച് നോക്കിയിരുന്നോ? നോക്കിയിരുന്നോ? എന്തെങ്കിലൊക്കെ ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമ്മള് എന്താണ് എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ഓൾഡ് ഏജ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് അല്ലേ? അതുവരെയല്ലേ എടുത്ത് നിർത്തിയത്? വ്യത്യസ്ത തരത്തിലുള്ള എംപ്ലോയി ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്, പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. കണ്ടിന്യൂ ചെയ്ത് പോകാലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് എന്താണോ ഈ കാലഘട്ടത്തിൽ അല്ലെ, അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ അവർ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ഭാവിയെയും കൂടി ഒരു കൺസിഡറേഷൻ അല്ലെ, അവരെ പരിഗണിച്ചുകൊണ്ടായിരിക്കും മുന്നേറാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെ. ഇൻ കേസ് റിട്ടയർമെന്റ് കാലയളവില് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാകും അല്ലെ, ഇന്ന സ്ഥാപനങ്ങളൊക്കെ അതിനെ വഴിതെളിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ റിക്രൂട്ട്മെന്റ് നടപടികൾക്കൊക്കെ ആയിരിക്കും അവർ അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഓൾഡ് ഏജ് ആയിട്ടുള്ള ടൈമുകളിലും അതിനനുസരിച്ചുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർ ഓഫർ ചെയ്യുന്നത്. These benefits are given to employees to provide a financial stability to employees during old age, especially after retirement. ഓക്കെ, നമ്മള് റിട്ടയർമെന്റിന് ശേഷമാണ് അതിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നത്. then അത് ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിഷ്യൽ ആണ് എന്ന് നമുക്ക് നോക്കാം. following are such benefits available to employees. First one, employees provident funds. ഓക്കെ, EPF ഇപ്പോഴും നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. എനിക്കിപ്പോഴും എന്താണ് EPF കുറിച്ചിട്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. PF ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് തീർച്ചയായിട്ടും തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും ഒരു നിശ്ചിത കോൺട്രിബ്യൂഷന്റെ ബലത്തിലാണ് അല്ലെ. ലാസ്റ്റ് നമുക്കറിയാം റിട്ടയർമെന്റ് കാലത്തിനൊക്കെ ശേഷം അതിന്റെ ബെനിഫിഷ്യൽ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്. In order to make ഇതില് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്ന ഇയറിലുള്ള കുറെ എമൗണ്ട്സ് അല്ലെ, അവരുടെ സാലറി എമൗണ്ട് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന സാലറി ഒന്നല്ല ഈ കാലഘട്ടത്തിലുള്ളത്
അല്ലെ ലക്ഷങ്ങളോളം ഭയങ്കര ബൾക്കായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നിട്ടുണ്ട്. സോ ഈ രീതിയിലുള്ള എമൗണ്ട്സുകളൊന്നും നിങ്ങൾ ബൈഹാർട്ട് വെക്കേണ്ടതില്ല. ജസ്റ്റ് മനസ്സിലാക്കി പോവുക. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളെല്ലാം എംപ്ലോയിക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു പോവുക. ആക്ടുകളൊക്കെ എന്നാണ് പാസ് ഔട്ട് ആയത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിൽ പറയുന്ന കാര്യം എന്താണ്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, അത് എന്താണ്? ലീഗലി റിക്വയർഡ് ഫോർ ഓർഗനൈസേഷൻ ടു ഫോളോ സർട്ടൻ ഗൈഡ്ലൈൻസ് വിത്ത് റിഗാർഡ് ടു ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ദ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1952. അതായത് ഇത് നിയമപരമായിട്ട് ഇത്രയും അല്ലെ അംഗങ്ങളുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അത് മസ്റ്റായിട്ടും ഉണ്ടാവേണ്ടതാണ്. അവിടെയുള്ള എംപ്ലോയീസിനകത്ത് അർഹതപ്പെടുന്ന ഒരു മാറ്ററായിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ ആക്ട് എന്നാണ് പാസ് ചെയ്തിരിക്കുന്നത്? 1952. ഓക്കെ, അപ്പൊ EPF എന്നുള്ളതിന്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കാം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. ഇതൊരു റിട്ടയർമെന്റ് ആനുകൂല്യമാണ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1952. അത് മാത്രമല്ല ലീഗലി റിക്വയർഡ് ആണ്, അതായത് നിയമപരമായിട്ട് തന്നെ ഇത്ര അംഗങ്ങളിൽ കൂടുതൽ വർക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും EPF ലഭ്യമാകേണ്ടത് മസ്റ്റായ കാര്യമാണ്. Okay, in the beginning, this act was made applicable to employee with a monthly pay not exceeding 306 major industries. Okay, അഞ്ചാറ് ഇൻഡസ്ട്രീസ് മാത്രമാണ് EPF-ന്റെ അണ്ടറിൽ വരുന്നുകൊണ്ടിരുന്നത്. ആ ടൈമിലെ സാലറി ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നും അറിയാം ഈ കാലഘട്ടത്തിലൊന്നും ആ സാലറി വെച്ചിട്ടുള്ള കാര്യമൊന്നും നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോ ജസ്റ്റ് ആ ഇയർ ഓർത്ത് വെക്കുക. 1952 EPF പാസ് ചെയ്തിരിക്കുന്നത്. ദെൻ ആദ്യകാലങ്ങളിലൊക്കെ 6 മേജർ ഇൻഡസ്ട്രീസ് ആണ് ഇതിന്റെ അണ്ടറിൽ വന്നത്. Then, however, by the end of year 1981, with the modifications during the intervening period, the act brought under its purview 172 industries or classes of establishments for the benefit of employees with pay not exceeding 1,000. Okay. തീർച്ചയായിട്ടും പിന്നീടായപ്പോഴേക്കും 1,000 അല്ലെ, അതിനേക്കാളും ഇതുള്ള അല്ലെ നോട്ട് എക്സീഡിങ് 1,000 അത്രയും വരെയുള്ള സ്ഥാപനങ്ങൾ, ഒരു 122ഓളം ഇൻഡസ്ട്രിയില് ഈ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള EPF-ലേക്ക് അംഗത്വം അല്ലെ അതിന്റെ അണ്ടറിൽ വരാനൊക്കെ ആയിട്ട് തുടങ്ങി. Today, the Employees Provident Fund and Miscellaneous Provisions Act provided for the establishment of the Provident Fund, Family Pension Fund, then and Deposit Linked Insurance Fund. Okay. നമുക്കറിയാം ഈ കാലഘട്ടത്തില് നമുക്കറിയാം EPF-ന്റെ അണ്ടറിൽ തന്നെ ഒരു 3 സ്കീമുകളാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം PF, അതോടൊപ്പം തന്നെ ഫാമിലി പെൻഷൻ ഫണ്ട്, ദെൻ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്. ഇയറുകൾ ഓർത്ത് വയ്ക്കുക. PF ആണെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ 1952 ആണെങ്കിൽ എന്താണ് ഫാമിലി പെൻഷൻ ഫണ്ട് സിൻസ് 1971 അല്ലെ, 1971 മുതലാണ് ഫാമിലി പെൻഷൻ ഫണ്ട് പാസ് ചെയ്ത് അല്ലെ അത് പ്രാബല്യത്തിൽ വരുന്നത്. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് സിൻസ് 1976. 1976 മുതൽ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് സ്കീം നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? ഇയറുകളൊക്കെ നോട്ട് ചെയ്ത് പോകുന്നില്ലേ? ഓക്കെ, ക്ലിയറല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് അടുത്തതായിട്ട് പറയുന്നത്? 3 schemes have been launched and are operative. ഇപ്പോഴും അത് പ്രാബല്യത്തിൽ അല്ലെ, ഇപ്പോഴും ഓപ്പറേറ്റീവ് ആയിട്ട് അല്ലെ പ്രവർത്തനക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന സ്കീമുകളാണ്. All these 3 schemes are administered by the Central Board of Trustees, consisting of nominees of the central and state governments and organizations of workers and employers. Okay, നമുക്കറിയാം ഒരു ട്രസ്റ്റിയുടെ ഇതിലൂടെയാണ് അത് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി. അതിൽ ആരൊക്കെയാണ് മെമ്പർഷിപ്പ് ഉള്ളത്, അതായത് ഉൾക്കൊള്ളുന്നത് ആരാണ്? നോമിനി ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും നോമിനികളുണ്ട്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് അല്ലെ, തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും ഒക്കെ ഓർഗനൈസേഷൻ. അവിടെയൊക്കെ നമുക്കറിയാം പലതരത്തിലുള്ള ഓർഗനൈസേഷനുകളുണ്ട്, ട്രേഡ് യൂണിയനുകളൊക്കെ പോലെയുള്ള
മെമ്പേഴ്സ് അല്ലെ, പ്രധാനമായിട്ടുള്ള വർക്കേഴ്സ് യൂണിയനുകളൊക്കെ ഇതിന്റെ നോമിനി ആയിട്ട് വരുന്നു. Then there are various regional and sub-regional offices for the administration of these schemes. അതായത് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഇതിലേക്ക് സഹ ഓഫീസുകൾ എന്നുള്ള ലെവലിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ പ്രാദേശിക തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം PF എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ, ആ ആക്ടിൽ പറയുന്ന രീതി അനുസരിച്ചിട്ട് തന്നെയാണ് അവരുടെ സ്കീമിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിനൊക്കെ പല പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ടാവും. അതൊക്കെ പ്രാദേശികമായിട്ടുള്ള റീജിയണൽ ഓഫീസുകളൊക്കെയാണ് അത് കൈകാര്യം പോകുന്നത്. The CPF Commissioner is the Chief Executive Officer of the EPF organization. CPF എന്ന് പറയുന്നത് സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ മാതിരി സെൻട്രൽ ഗവൺമെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് CPF. Commissioner is the Chief Executive Officer of the EPF organization. ഓക്കെ, അപ്പൊ EPF-ന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം സെൻട്രലിലുള്ള പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ആണ്. ഒഫീഷ്യേറ്റിംഗ് ആസ് എ സെക്രട്ടറി ടു ദ ബോർഡ്. ഓക്കെ, ബോർഡിന്റെ സെക്രട്ടറി ആയിട്ട് നിലകൊള്ളുന്നത് ഒരു തന്നെയാണ്, ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് എമൗണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ ബൈഹാർട്ട് നോക്കണ്ട, ആ ഇയറുകളൊക്കെ ഓർത്ത് വയ്ക്കുക. നോമിനി ആയിട്ട് ആരൊക്കെയാണ് അതിൽ പെടുന്നതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. സെൻട്രൽ ബോർഡിന്റെ അല്ലെ, സ്റ്റേറ്റിന്റെ ഒക്കെ നോമിനീസ് ഉണ്ട്. ഒപ്പം തന്നെ എംപ്ലോയറുടെയും എംപ്ലോയിയുടെ ഒക്കെ നോമിനീസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആ ട്രസ്റ്റിൽ. ഒരുപാട് സബ് റീജിയണൽ ഓഫീസുകൾ അവിടെ പലതരത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരായിരിക്കും എംപ്ലോയിയുടെ ഈ പ്രോഗ്രാംസുകളെല്ലാം അല്ലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. CPF Commissioner is the Chief Executive Officer of the EPF organization and officiating as a secretary to the board. Chief Executive Officer ആണ്, ഇതാണ് സെക്രട്ടറി ഓഫ് ദ ബോർഡ് അവിടെ ഒഫീഷ്യേറ്റ് ആ ഒരു ചുമതല നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത്. ഓക്കെയാണോ? ക്ലിയറാണോ? എന്തെങ്കിലൊക്കെ നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക, അണ്ടർലൈൻ ചെയ്ത് പോവുക. നമുക്ക് നെക്സ്റ്റ് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് അല്ലെ, നമ്മൾ കണ്ടായിരുന്നു. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് സിൻസ് 1976. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് എന്താണെന്നുള്ളത് നോക്കാം. എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976 പ്രൊവൈഡ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. അവര് അത് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് എംപ്ലോയിക്ക് ലഭ്യമാകുന്നതെന്ന് നോക്കാം. On the death of an employee during the service who is a member of the EPF. ഓക്കെ, നമുക്കറിയാം അല്ലെ EPF-ലെ മെമ്പർ ആയിട്ടുള്ള ഏതെങ്കിലും എംപ്ലോയി സർവീസിലിരിക്കുമ്പോൾ മരണം അടഞ്ഞാല് the person eligible to receive the PF accumulation with the paid an extra amount equal to the average balance in the PF account of the deceased during the preceding 3 years. അതായത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം, അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ മരണം അടഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ബാലൻസ് ഓഫ് PF അല്ലെ, അവിടെ PF-ന്റെ ആവറേജ് ബാലൻസ് ഡിസീസ് ആ ഒരു 3 വർഷത്തെ മുന്നിലുള്ള ആ 3 വർഷത്തിന്റെ ആവറേജ് ബാലൻസ് അങ്ങനെ ഒരു ബൾക്ക് എമൗണ്ട് അവർക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അതിന് കുറച്ച് ആ എമൗണ്ടിന്റെ ഒരു അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ലാബ് പറയുന്നുണ്ട്. If such average balance was not below 1,000 at any time during the said period. ഒരിക്കലും 1000 രൂപയിൽ കുറയാനായിട്ട് പാടില്ല ഇങ്ങനെ കൊടുക്കുന്ന ആ ഒരു ലാൻസം എമൗണ്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല 10,000 is the maximum amount of benefit under this scheme. അല്ലെ, 10,000 രൂപയാണ് മാക്സിമം ആയിട്ട് ഇങ്ങനെ ഒരു ബൾക്ക് എമൗണ്ട് കൊടുക്കുമ്പോൾ പാടാൻ അല്ലെ, അത് അതിനേക്കാൾ അപ്പുറം അവർക്ക് എമൗണ്ട് പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല. ഈ ഒരു സ്ലാബിനൊക്കെ നമുക്കറിയാം ഈ വേരിയേഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ഈ 1000 10,000 ഒന്നും അല്ല, ഇപ്പൊ സർവീസിൽ ഇരിക്കുമ്പോൾ മരണം അടഞ്ഞാലായിട്ട് സ്ലാബിന് വേരിയേഷൻ ഒക്കെ ഉണ്ട്. മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ ഒരു ബൾക്കായിട്ടുള്ള ഒരു ലംസം എമൗണ്ട് ഈ എംപ്ലോയിലെ അല്ലെ EPF-ല് മെമ്പർഷിപ്പ് ഉള്ള വ്യക്തികൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ചെയ്യുക. Okay, similar to this scheme is a statutory provident fund scheme.
ഇതൊരു നിയമാനുസൃതമായിട്ടുള്ള ഒരു provident fund സ്കീമാണ്, which also provided pension and group insurance benefits in addition to provident fund to workers in SNG plantation. ഓക്കെ, ഈ തോട്ടം തൊഴിലാളികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ PF-ന്റെ ഈ സ്കീമിലെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ലിങ്കഡ് ഇൻഷുറൻസ് സ്കീമിന്റേതായിട്ടുള്ള ഇങ്ങനെ ഒരു ലംസം എമൗണ്ട് ലഭ്യമാകുന്നുണ്ട്. അതായത് അത് കൂടാതെ അവർക്ക് വർക്കേഴ്സ് യൂണിയൻ അല്ലെ അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നതിന് പുറമെയാണ് ഇങ്ങനെ നമ്മുടെ എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്കഡ് ഇൻഷുറൻസ് സ്കീമിൽ നിന്ന് ഉള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാകും. ഓക്കെ, ആ ഒരു എമൗണ്ടിന്റെ വേരിയേഷൻ മാത്രം നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ഈ കാലഘട്ടത്തിൽ വേരിയബിളും സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം. തീർച്ചയായിട്ടും നമുക്കറിയാം സർവീസിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് ഈ ഒരു PF മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് ലഭ്യമാകുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ച്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു പോവാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാ. കേളേ ചെയ്തോട്ടെ. Then a unique feature of this scheme is the decentralized way in which it is administered at the garden level. നമുക്കറിയാം ചില കാര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ഭരണ ചുമതലയുള്ള ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള സംഘടനകളൊക്കെ ഉണ്ട്. In each tea estate, a primary committee with the 2 representatives of employees and workers with the garden superintendent or a manager. As the chairman is empowered to sanction and distribute loan and advance to the members and settle their accounts. അതായത് ഇതിലെ പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രൈമറി ഒരു കമ്മിറ്റി ഉണ്ട്, 2 റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ടീമിലുള്ളത്. എംപ്ലോയീസ് അല്ലെ ആ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് വിത്ത് ഗാർഡൻ സൂപ്പർഡന്റ് ഓർ മാനേജർ ചെയർമാൻസ് എംപവേർഡ് ടു സാക്ഷൻ അല്ലെ അവിടെ ആ സൂപ്പർഡന്റ് മാനേജറുമാണ്. അവനാണ് ഇത്തരത്തിലുള്ള എമൗണ്ടുകളൊക്കെ സാങ്ഷൻ ചെയ്ത് ലഭ്യമാക്കുന്നത്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലോൺ ആൻഡ് അഡ്വാൻസ് ടു ദ മെമ്പേഴ്സ് ആൻഡ് സെറ്റിൽ ദിയർ അക്കൗണ്ട്സ്. നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ടും നമുക്കറിയാം PF ലോൺ എടുക്കുന്നവരുണ്ട്. ഇത് ഈ ഒരു കോൺട്രിബ്യൂഷൻ എംപ്ലോയറുടെയും കോൺട്രിബ്യൂഷൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത് വെച്ചിട്ട് ലോൺ എടുക്കുന്നവരുണ്ട് അല്ലെ. ലോൺ എടുത്ത് ലോൺ എമൗണ്ട് നമ്മൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ലോണും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് വിങ് ആണ്. അതിലെ ഗാർഡൻ സൂപ്രണ്ടന്റും മാനേജറൊക്കെയാണ് ചെയർമാനായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം തോട്ടം തൊഴിലാളികൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഫീൽഡിലുള്ളവർ വരുമ്പോൾ അവരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇയറുകളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഒരു സ്റ്റാറ്റുട്ടറി ആയിട്ടുള്ള ഒരു പ്രോവിഡന്റ് ഫണ്ട് സ്കീമാണ് ഓർത്ത് വെച്ചേക്കുക. ഒരു ബൾക്ക് എമൗണ്ട് അവരുടെ മരണ സമയത്ത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും സർവീസിൽ ഇരിക്കുമ്പോൾ വഹിക്കുമ്പോൾ ഈ PF മെമ്പർഷിപ്പ് ഉള്ളപ്പോൾ അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനമായിട്ടും തോട്ടം തൊഴിലാളികൾ അവരൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ലോണും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലഭിക്കേണ്ടത് ഓർത്ത് ചെയ്യും. ഓക്കെ, വീണ്ടും നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഗ്രാറ്റുവിറ്റിയാണ്. ഇതിലേക്ക് പ്രത്യേകത ഞാൻ പറഞ്ഞു, ഈ എമൗണ്ടുകൾക്കൊക്കെ വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, വളരെ കാലഘട്ടത്തിന് മുമ്പ് ഉള്ള ഒരു എമൗണ്ടും കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ഗ്രാറ്റുവിറ്റി ഇപ്പോഴും ഉണ്ട്. അതേപോലെ PF കാര്യങ്ങളൊക്കെ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവരെ ഫോളോ ചെയ്യുന്ന ഒരു ഇപ്പൊ നമുക്കറിയാം ഫോർമുല ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. സോ ആ ഫോർമുല അപ്ലൈ ചെയ്യുന്നതനുസരിച്ചിട്ട് എംപ്ലോയറുടെ ബേസിക് സാലറി എന്നുള്ളതൊക്കെ വെച്ച് തന്നെ അത് കൈകാര്യം ചെയ്തിട്ടാണ് ആ സ്ലാബുകളുടെ വേരിയേഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്ത് പോകുന്നത്. നമുക്കറിയാം ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും അല്ലെ. എവിടെയും ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും. സോ അത് ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ആവശ്യമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് ഗ്രാറ്റുവിറ്റി എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്താണെന്ന് നോക്കാം. ഗ്രാറ്റുവിറ്റി ഈസ് ദ റിവാർഡ് ടു ആൻ എംപ്ലോയി ഫോർ എ ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ.
ഓക്കെ, ഒരു തൊഴിലുടമയുടെ കൂടെ അല്ലെ ഒരുപാട് നാള് സർവീസ് ചെയ്യുമ്പോൾ അവർക്ക് ലഭ്യമാകുന്ന ഒരു പാരിതോഷികമാണ്, ഒരുപാടാണ് എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. Okay, gratuity is a reward. Gratuity is a reward to an employer for long service. It is a present employer. Okay, this retirement benefit is given to an employee either on a retirement or at the time of physical disability or to the dependents to the disabled employees. അതായത് എംപ്ലോയി മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ അസുഖർക്ക് അതല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്തെങ്കിലും ഡിസബിലിറ്റി ഒക്കെ വരുമ്പോൾ ആ സമയത്ത് അതല്ലെങ്കിൽ റിട്ടയർമെന്റ് ടൈമിലാണ് ഈ ഒരു എംപ്ലോയറുടെ ഒപ്പം ഒരുപാട് നാൾ വർക്ക് ചെയ്തതിന്റെ പാരിതോഷികമായിട്ടുള്ള ഗ്രാറ്റുവിറ്റി ലഭ്യമാകും. Then it is payable to an employee on his superannuation or on his retirement or on his death or disablement due to accident or diseases. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിക്ക് ഈ ഒരു വലിയൊരു എമൗണ്ട് അത് ലഭ്യമാകുന്ന ടൈമിൽ വേണ്ടത് റിട്ടയർമെന്റോ അല്ലെങ്കിൽ ഡിസബിൾമെന്റോ അല്ലെങ്കിൽ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വന്നു പോകുമ്പോഴാണ് ഒരു ആശ്രിതർക്കാണെങ്കിൽ അവർക്ക് ഇത് ലഭ്യമാകുന്നത്. Gratuity is payable to all employees who have rendered a minimum continuous service of 5 years with the present employer. Okay, ഇവിടെ ഗ്രാറ്റുവിറ്റി മസ്റ്റായിട്ടും കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഇയറും കൂടി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. മിനിമം കണ്ടിന്യൂസ് സർവീസ് ഓഫ് 5 years, ഒരു 5 വർഷമെങ്കിലും തുടർച്ചയായിട്ട് ആ തൊഴിലുടമയുടെ കീഴിൽ തന്നെയാണ് എംപ്ലോയി വർദ്ധിച്ചേക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ റിട്ടയർമെന്റ് ടൈമിലൊക്കെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. Okay, it is payable to an employee on his superannuation or on his retirement or on his death or a disablement due to accident or disease. Okay, നമുക്കറിയാം ഇത് തീർച്ചയായിട്ടും എംപ്ലോയിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവിടെ അല്ലെ ലഭ്യമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ ആ ഒരു എംപ്ലോയിക്ക് എത്രത്തോളം നാള് ഈ ഒരു എംപ്ലോയർ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് പറയാണ് ഒരു സ്ഥാപനത്തിൽ 1 വർഷം നിന്നുകൊണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയില്ല. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തൊഴിലുടമയുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലാണ് അവർക്ക് ഇത്തരത്തിലുള്ള റിട്ടയർമെന്റും ഡെത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ സംഭവിച്ച് അവിടെ നിന്ന് ലീവിലേക്ക് പോകുമ്പോൾ ഗ്രാറ്റുവിറ്റി ലഭ്യമാകുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ആ ആക്ട് വരുന്നത് എപ്പോഴാണ്? 1972 is applicable to the establishment in the whole nation. ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം രാജ്യം മൊത്തം ഈ ഗ്രാറ്റുവിറ്റി എന്നുള്ള ഒരു കാര്യം ഫോളോ ചെയ്യുന്നുണ്ട്. That provides for a scheme of compulsory payment of gratuity by the management of railways, factories, oil fields, mines, plantations, shops, and other establishments employing 10 or more persons to their employees drawing monthly wages not exceeding 1,600 per month. ഓക്കെ, അതായത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എല്ലാ തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്കും ഇതിന്റെ ആനുകൂല്യങ്ങളെ ലഭ്യമാക്കാം അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമ്മൾ പലതരത്തിലുള്ള തൊഴിലിടങ്ങൾ പറഞ്ഞു. റെയിൽവേസ്, ഫാക്ടറീസ്, ഓയിൽ ഫീൽഡ്സ്, മൈൻസ് അല്ലെ. അപ്പൊ ധാതു ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവര്, ഫാക്ടറികളിൽ, റെയിൽവേയില് അല്ലെ, അങ്ങനെ തോട്ടം തൊഴിലാളികൾ, ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഒരു 5 വർഷമെങ്കിലും ഒരു തൊഴിലുടമയുടെ കീഴിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളതാണ്. പറയുന്ന കാര്യം എന്താണ്? ഇത് മന്ത്ലി വേജസ് നോട്ട് എക്സീഡിങ് 1,600 per month. ആക്ട് അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും എന്താണ് മന്ത്ലി വേജസ് ഒരിക്കലും 1,600 കൂടാൻ പാടില്ല എന്ന് പറയുന്നു. പറയുന്നു the act stipulates that gratuity payable to an employee shall be at the rate of 15 days wages for every completed year of a service or a part thereof in excess of 6 months. Okay, ഒരു 15 ദിവസത്തെ സാലറിയാണ് അവര് ഇതിന് വേണ്ടിയിട്ട് ലഭ്യമാക്കി കൊടുക്കുന്നത് അല്ലെ. അവിടെ ഗ്രാറ്റുവിറ്റിയുടെ കാര്യം വരുമ്പോഴും നമുക്കറിയാം ഒരു ഫോർമുലാസ് ബേസ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. അപ്പൊ പൂർത്തിയാക്കിയിരിക്കുന്ന വർഷത്തിന്റെ 15 ദിവസത്തെ സാലറിയാണ് അവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു എക്സസ് ഓഫ് 6 months അല്ലെ. എക്സസ് ഓഫ് 6 months എക്സസ് ഓഫ് 6 months 6 മാസത്തെ സാലറി. അതല്ലെങ്കിൽ നമുക്കറിയാം ആ സാലറിയുടെ ഇതനുസരിച്ചിട്ടാണ് ആ വേരിയേഷൻസ് വരുന്നത്. Then hence wages means the average of the basic pay last drawn by the employee.
ലാസ്റ്റ് ടൈമിൽ എംപ്ലോയി എന്താണോ കരസ്ഥമാക്കിയിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ബേസിക് പേ നിർണ്ണയിക്കുന്നത്. The maximum amount of gratuity payable to an employee shall not exceed 20 months of wages. Okay, 20 ദിവസത്തെ മാസം വേജസിനേക്കാളും ഒരിക്കലും കൂടാനായിട്ട് പാടുമില്ല അല്ലെ. അപ്പോ ഒരു ഇത്രയും വർഷം 5 വർഷം അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ഇത്രയും എന്തെങ്കിലും ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് ഗ്രാറ്റുവിറ്റി ആയിട്ട് നൽകുന്നത്. ആ ലാസ്റ്റ് വർഷങ്ങളിൽ ഒരു 20 മന്ത്സിന്റെ സാലറി ബേസ് ചെയ്തിട്ടാണ് അവിടെ നോക്കുന്നത്. അതായത് 20 മന്ത്സ് ഓഫ് വേജസിനേക്കാളും ഒരിക്കലും ഈ ഒരു ഗ്രാറ്റുവിറ്റി കൂടാനായിട്ട് പാടില്ല എന്നും പ്രത്യേകമായിട്ട് പറയുന്നു. ഓക്കെ, ഓരോ 15 ദിവസത്തെ വേജസ് ആണ് വെരി കംപ്ലീറ്റഡ് അല്ലെ. നമ്മളിപ്പോ ഒരു 5 വർഷം അതിൽ കൂടി ചിലപ്പോൾ 5, 6, 7, 8, 9 വർഷമൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും 20 മന്ത്സിനേക്കാൾ കൂടുതൽ അവർക്ക് ആനുകൂല്യം ലഭ്യമാക്കാനായിട്ട് സാധിക്കില്ല. സോ അതനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ സ്ലാബ് കാറ്റഗറി അനുസരിച്ചിട്ടാണ് അവർക്ക് ലഭ്യമാകുന്നത്. 15 ദിവസത്തെ സാലറി പൂർത്തിയാക്കിയ വർഷം ഓർ ആക്സസ് ഓഫ് 6 മന്ത്സ് സാലറി. 5 വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്തിരിക്കണം എന്നത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ 20 മാസത്തെ വേജസിനേക്കാളും ഇപ്പൊ നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കയറിയ സാലറി ആയിരിക്കില്ല പിന്നെ ഈ കാലഘട്ടത്തിൽ ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ ലാസ്റ്റ് ടൈമിലുള്ള സാലറിയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും 20 മാസത്തെ വേജസിനേക്കാളും ഒരിക്കലും കൂടാനായിട്ട് പാടുന്നില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻ ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊക്കെ ഫോർമുലാസ് ബേസ് ചെയ്തിട്ടാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ഒരു ഞാൻ ചെയ്തോട്ടെ. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക, ഒരു കമ്പൽസറി പേയ്മെന്റ് ആണ്. ഇയറൊക്കെ ഓർത്ത് വെച്ചേക്കുക. മെഡിക്കൽ ബെനിഫിറ്റ്സ് നെക്സ്റ്റ് നോക്കാവുന്നത് മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. മെഡിക്കൽ ബെനിഫിറ്റ്സും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വളരെയധികം അല്ലെ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. This benefit is provided by some large organization to their retired employees and their family members. Okay, തീർച്ചയായിട്ടും റിട്ടയർ ചെയ്ത് പോയിരിക്കുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ടും അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ചില ഓർഗനൈസേഷനുകളാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ് ആനുകൂല്യങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. മെഡിക്കൽ സർവീസ് ഫോർ എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് അണ്ടർ ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. അതിലെ പ്രധാനമായിട്ടുള്ള ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ESIS. അല്ലെ, മിക്കവാറും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ESIS. അല്ലെ, the Employees State Insurance Act 1948 has provisions for certain benefits to employees in case of sickness, employment injury and maternity. Okay, നമുക്കറിയാം പ്രസവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെയുള്ള അല്ലെ ഈ ചികിത്സാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്, മെഡിക്കൽ ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാകുന്നത്. ഓക്കെ,
ആക്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക, സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. Okay. The act has been initially the act has been made applicable to all non-seasonal factories. Okay, non-seasonal ആയിട്ടുള്ള എല്ലാ ഫാക്ടറികളിലും ഈ ഒരു ആക്ടിന്റെ applicable ആണ്. Then later it was extended partly or wholly to any establishment or a class of establishments. നമുക്കറിയാം ഇതിന്റെ ഒരു വകഭേദങ്ങളെങ്കിലും എല്ലാവരും തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ നമുക്കറിയാം PSIS അത് 1948 അല്ലേ അത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ മെഡിക്കൽ ആയിട്ടുള്ള ഒരു ആനുകൂല്യമാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ 3 പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കേസ് ഓഫ് സിക്നസ്, എംപ്ലോയ്മെന്റ് ഇൻഷുറി ആൻഡ് വെറ്റർനിറ്റി, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കി തരുന്നത്. Okay, labor employed directly include the clerical staff is covered by this act. Okay. അതായത് ഡയറക്റ്റ് ആയിട്ട് ലേബർ എംപ്ലോയീസ് ഡയറക്റ്റ് ആയിട്ടാണ് അതിൽ പ്രധാനമായിട്ട് വരുന്ന ക്ലറിക്കൽ സ്റ്റാഫുകളൊക്കെ കൈകാര്യം. അതായത് ഈ എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെ ഇതിൽ നിർവഹിക്കേണ്ടതുണ്ട് അല്ലെ. ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം മെഡിക്കൽ ആനുകൂല്യങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റാഫുകളും അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇതില് കൃത്യമായിട്ടുള്ള കൈകാര്യം ചെയ്ത് പോകാനായിട്ട് പാടുള്ളൂ. സോ അതിനനുസരിച്ചിട്ടുള്ള എംപ്ലോയീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. Labor employed directly including the clerical staff is covered by this act. However, members of the armed force and any person whose salary is in the aggregate exceeded ₹500 a month are not covered under this act. പക്ഷെ ഈ ആക്ടിൽ പെടാത്തവരും ഉണ്ട് എന്നത് ഓർത്ത് കഴിഞ്ഞാൽ 500-നേക്കാൾ നോട്ട് കവേർഡ് അല്ലെ. മന്ത് സീറ്റ്സ് 500-നേക്കാളും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സ് ലഭ്യമാക്കാനായിട്ട് സാധിക്കും. Under this act, those insured under the scheme are entitled to receive medical aid benefits in case of disablement, sickness and maternity, etc. Okay, but മെഡിക്കൽ ആയിട്ടുള്ള സഹായങ്ങളൊക്കെയാണ് ഇതിനെ ലഭ്യമാകുന്നത്. നമ്മൾ കണ്ടായിരുന്ന എന്തെങ്കിലും സിക്നസ് മെറ്റേണിറ്റി കാര്യങ്ങൾക്കൊക്കെ വേണമാണ് PSIയിൽ മെമ്പർഷിപ്പ് ഉള്ളത് ആനുകൂല്യങ്ങളൊക്കെ കൈവറ്റുന്നത്. This benefits establish a lifelong relationship between the organization and its employees, extending even up to the post-retirement phase of life. ഓക്കെ, അത് നമ്മൾ നീണ്ടു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലെ, ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ ഇൻ കേസ് റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും അവിടെ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് മെഡിക്കൽ ബെനിഫിറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വായിച്ച് നോക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇയറൊക്കെ കാര്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പോവാട്ടോ. ഇച്ചിരി എന്താ പറയാ, കുറച്ച് കണക്കും കാര്യങ്ങളല്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ ഫോളോ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കണക്കും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. സോ ഇച്ചിരി ബോറിംഗ് ഭാഗമാണ്. എങ്കിലും ഇങ്ങനെയുള്ള സ്കീമുകളൊക്കെ ഉണ്ടെന്നും ഇപ്പോഴും അത് പ്രാബല്യത്തിലുണ്ട് എന്നുള്ളതും ഓർത്തിരിച്ചിട്ടുണ്ട്. നമുക്ക് പെൻഷൻ ബെനിഫിറ്റ്സ്. The benefits which are covered under the Employees Family Pension Scheme 1971 are as follows. അതിൽ പലതരത്തിലുള്ള സ്കീമുകൾ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക.
അതിൽ ഫസ്റ്റ് വണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ എംപ്ലോയി ഫാമിലി പെൻഷൻ സ്കീമിനെ കുറിച്ചിട്ട് അതിന്റെ സബ്സെക്ഷൻസുകളെ കുറിച്ചിട്ടാണ് ഈ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ദിസ് ബെനിഫിറ്റ്സ് ഇസ് ദ form of a lump sum given subject to a maximum of rupees 4,000 payable to a member on this normal retirement subject to certain rules and regulations. Okay. തീർച്ചയായിട്ടും എന്താണ് നോർമൽ ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ആ കാര്യങ്ങളിൽ ഒരു വർഷമായിട്ടുള്ള ഒരു എമൗണ്ട് ഈ കാലഘട്ടത്തിലൊന്നും അതൊന്നല്ല, ആ ഒരു എമൗണ്ട് ഒന്നല്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കത് മസ്റ്റായിട്ട് കീപ്പ് ചെയ്ത് മനസ്സിലേക്ക് ഗ്രഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, നോർമൽ ആയിട്ടുള്ള റിട്ടയർമെന്റ് ടൈമിൽ ഒരു ലംസം എമൗണ്ട് അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ലഭ്യമാകും. വലിയൊരു എമൗണ്ട് ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പ് ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് ലഭ്യമാകും. സെക്കൻഡ് വന്ന ഫാമിലി പെൻഷൻ. Family pension pension is given to the family of deceased members of the founder then at the following rates. എന്താണ് ESI അനുസരിച്ചിട്ടുള്ള PF ഏത് രീതിയിലാണ് ഈ ആനുകൂല്യങ്ങളെ ലഭ്യമാക്കണമെന്നുള്ളത് നോക്കാം. സ്ലാബ് അനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട്. അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക. എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കില്ല. അപ്പൊ ആ ഒരു സ്ലാബ് അനുസരിച്ചിട്ട് വീക്കിന്റെ സാലറി അനുസരിച്ചിട്ടൊക്കെ വേരിയേഷൻസ് ഇതില് അഫക്ട് ചെയ്യുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് 12% of pay subject to a maximum of rupees 1,050 per month to the family of a member whose pay on which contribution to EPF is reserved is 800 and above. അതായത് ഒരു 800-നേക്കാൾ ഈ കാലഘട്ടത്തിന്റെ ഒരു എമൗണ്ട് അല്ല കേട്ടോ, 800-ഉം അതിനേക്കാൾ കൂടുതൽ സാലറി മേടിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഒരു 12% അല്ലെ മാക്സിമം 150 പെർ മന്ത്, അതല്ലെങ്കിൽ ഒരു 12% ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കണം. പിന്നെ അതിന്റെ പ്രധാനമായിട്ടും okay. But 12% of pay subject to maximum 150 per month to the family of members whose pay on which contribution EPF is received is 800 and above. 800 അതിൽ കൂടുതൽ സാലറി മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 150 രൂപയെങ്കിലും ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 12% ഓഫ് പേ അല്ലെ മാക്സിമം 12% ഒരു 12%, ആ ഒരു പേയ്മെന്റിന്റെ 12% അല്ലെങ്കിൽ 150 രൂപ അവിടെ ലഭ്യമാകണം. എത്ര സാലറി ഉണ്ടെങ്കിൽ 800-നേക്കാളും വിഭവം സാലറി മേടിക്കുന്നവരാണ്. ഓക്കെ. വീണ്ടും എന്താണ് 50% ഓഫ് പേ സബ്ജക്ട് ടു മാക്സിമം 96 പെർ മന്ത് അല്ലെ. 90 രൂപ 96 രൂപ അല്ലെങ്കിൽ 50% ഓഫ് സബ്ജക്ട് ടു മാക്സിമം പേ അല്ലെ അവർ കൊടുക്കുന്ന പേയ്മെന്റിന്റെ ഒരു 10%. അത് മിനിമം ഓഫ് ₹60 പെർ മന്ത് ടു ദ ഫാമിലി ഓഫ് മെമ്പേഴ്സ് whose pay is 200 per month and above but below 800. ഓക്കെ. ഇവിടെയും ഒരു കാര്യം പറയുന്നുണ്ട്, 800 രൂപയെക്കാളും ബിലോ ആയിരിക്കണം, പക്ഷെ 200-നേക്കാളും എബവ് സാലറി മേടിക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള പേഴ്സൺ. അവരുടെ മാക്സിമം ആയിട്ടുള്ള ഒരു പെർ മന്ത് എന്ന് പറയുന്നത് 96 ആണ്. മിനിമം ഓഫ് ₹60 പെർ മന്ത് ഇൻ ഫാമിലി അല്ലെ. ഒരു മിനിമം ആയിട്ട് 60 രൂപ അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് 96 രൂപയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവര് എങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവരാണ്? 800-നും 200-നും ഇടയിൽ സാലറി മേടിക്കുന്നത്. 30% of pay subject to a minimized of 60 per month to the family of a member whose pay is ₹200 per month. 200 രൂപ അല്ലെ, അതിനേക്കാളൊക്കെ ഇതാണ് അതിന്റെ തീർച്ചയായിട്ടും 30% ഓഫ് പേ എന്താണ്, അല്ലെങ്കിൽ മിനിമം 60 രൂപ അല്ലെ. മിനിമം, അത് മാക്സിമത്തിന്റെ കാര്യമല്ല പറഞ്ഞത് ഇവിടെ. മിനിമം 60 രൂപ അല്ലെങ്കിൽ 30% ഓഫ് പേ ആണ് അവർക്ക് ലഭ്യമാകേണ്ടത്. എപ്പോഴാണ് ഇങ്ങനെയുള്ളവരാണ് 200-ന് താഴെ സാലറി മേടിക്കുന്നത്. ഒരു സ്കീം തന്നിരിക്കുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ആ എമൗണ്ട്സ് ഒന്നുമല്ല. സോ അതിനനുസരിച്ചിട്ടുള്ള ആ രീതി അനുസരിച്ചിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഓർത്ത് വെക്കുക, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ, ഫാമിലി പെൻഷൻ, ഇതെല്ലാം എന്താണ് പെൻഷൻ സ്കീമിൽ വരുന്ന കാര്യങ്ങളാണ്. ബോയ്സ് ഫാമിലി പെൻഷൻ സ്കീമിൽ വരുന്നത്. ഓക്കെ ആണോ?
ഒരു 2 പോയിന്റ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. ക്ലിയർ ആണോ? പൊതുവെ ഈ മേഖലയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഞാൻ പറഞ്ഞു, ഇയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതിനുള്ളിൽ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വൈകാട്ട് പഠിക്കേണ്ടതില്ല. ഓക്കെ, ഞാൻ ഇവിടെ വീണ്ടും ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? life insurance benefits. This benefits. Okay. This benefits is the form of a lump sum subject to a maximum of ₹2,000 payable in the case of a death of a member. ഇതില് മെമ്പർ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ഡെത്ത് സംഭവിക്കുകയാണ്, ജോലി ജോലിയിലൊക്കെ ഡെത്ത് സംഭവിക്കുമ്പോഴുള്ള ലംസം അമൗണ്ടിന്റെ പേര് പറയുന്നുണ്ട്. ആ ഒരു എമൗണ്ട് പറയുന്നത് 2,000 ആണ്. അതായത് ലംസമായിട്ട് ഒന്നിച്ച് ഈ ഒരു മെമ്പർഷിപ്പ് ഉള്ള വ്യക്തികൾക്ക് അല്ലെ, ഈ ഒരു സ്കീമിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു 2,000 രൂപയാണ് ലംസം എമൗണ്ട് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിലെല്ലാം വേരിയേഷൻസ് ഉണ്ട്. വിഡ്രോവൽ ബെനിഫിറ്റ്സ്. എന്താണ് വിഡ്രോവൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ഇസ് ദ ഫോം ഓഫ് എ ലംസം എമൗണ്ട് പേയബിൾ ടു ദ മെമ്പർ ഓൺ ലിവിംഗ് ദ സർവീസ് ബിഫോർ ഹിസ് റിട്ടയർമെന്റ് ഏജ് സബ്ജക്ട് ടു ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്. ഓക്കെ, അതായത് നമുക്കറിയാം ഇത് അല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കാതെ ചിലപ്പോൾ വേണമെങ്കിൽ അവര് സ്വമേധയൊക്കെ വിരമിച്ചു പോയായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ അങ്ങനെ വരുമ്പോഴും അവർക്കൊരു ആനുകൂല്യങ്ങളൊക്കെ ഈ മെമ്പർഷിപ്പ് ആയതുകൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള സർട്ടൻ കണ്ടീഷൻസിന്റെ ബേസിലാണ് അവർക്ക് വിഡ്രോവൽ ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാകും. തിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാകും. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കുക എന്താണ് നമ്മള് 4 പെൻഷൻ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സ്കീമിന്റെ അണ്ടറുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, ഫാമിലി പെൻഷൻ ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ഉണ്ട്, വിഡ്രോവൽ ബെനിഫിറ്റ്സ് ഉണ്ട്. വിഡ്രോവൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർവീസ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ. ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അവര് ഡെത്ത് സംഭവിക്കുകയാണെങ്കിലുള്ള ആനുകൂല്യമാണ്. അതേപോലെ തന്നെ ഫാമിലി പെൻഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാലറി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത്. ഇത്ര സാലറി ആണെങ്കിൽ ഇത്രയും രീതിയിൽ 12% സബ്ജക്ട് ടു മാക്സിമം 150. അതായത് ആ സാലറിയെ ബേസ് ചെയ്തിട്ടുള്ള പേയ്മെന്റിന്റെ 12% മാക്സിമം 50 രൂപയാകാം. അത് 800-നേക്കാൾ മുകളിൽ. നമുക്കറിയാം ഈ ഒരു ഇതൊന്നല്ല നമ്മുടെ ഇപ്പോഴത്തെ സാലറി പിക്ചർ എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ചുള്ള വേരിയേഷൻസ് ഉണ്ട്, സ്ലാബുകൾ ഉണ്ടാവും. ഈ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള സ്ലാബുകൾ ഉണ്ട്. സോ അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ എന്താണ് റിട്ടയർമെന്റ്, ഫാമിലി പെൻഷൻ കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. റിട്ടയർ ചെയ്യുമ്പോഴും സ്വമേധയ അല്ലെ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി പോവുകയല്ല, ഒരു മരണം മൂലം പോരുകയല്ല, അല്ലാതെ
നമുക്കറിയാം കാലാവധിക്ക് ശേഷം ഇറങ്ങി വരുന്ന വ്യക്തികളാണെങ്കിൽ മാക്സിമം 4,000 പേ ചെയ്യുമ്പോൾ അതിനും നമുക്കറിയാം വേരിയേഷൻസ് ഉണ്ട്. അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് ആനുകൂല്യങ്ങൾ അവർക്കും ലഭ്യമാകുന്നു. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളൊക്കെ നിയന്ത്രിക്കാം. നമുക്കറിയാം ഏതൊരു ഹ്യൂമൻ എംപ്ലോയിക്ക് ആണെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ റിക്രൂട്ട്മെന്റ് നടപടിക്ക് മുതൽ അല്ലെ ആ ഒരു എംപ്ലോയി പ്രാധാന്യത്തോടു കൂടിയിട്ട് ആ ഒരു ഓർഗനൈസേഷനെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കറിയാം തൊഴിലുടമയ്ക്ക് ആണെങ്കിൽ ഒരു കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ നിയന്ത്രിച്ച് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടാകും. Due to the fact that the different types of benefits are an integral part of the total reward system, there must be a match between the benefits funds and the organization objectives of the firm. Okay. തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷന് നിശ്ചിതമായിട്ടുള്ള ഒരു ലക്ഷ്യം നേടിയിരിക്കേണ്ടത്. ഈ നിശ്ചിതമായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കേണ്ടത് നമുക്കറിയാം അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ വെച്ചിട്ടാണ്, അതായത് എംപ്ലോയിനെ വെച്ചിട്ടാണ്. അപ്പൊ അവിടെയുള്ള എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് മാക്സിമം അഫോർഡോട് കൂടിയിട്ട് അവരെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. അതായത് അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഓർഗനൈസേഷനുകളുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഈ എംപ്ലോയിന് നല്ല അല്ലെങ്കിൽ നമുക്ക് PF ആനുകൂല്യങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ ഏത് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത് അല്ലെ. ടോട്ടൽ റിവാർഡ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇന്റഗ്രൽ പാർട്ട്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഇവർക്ക് റിവാർഡുകളും ആഘോഷങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിനോട് മാച്ച് ചെയ്ത് അവിടെയുള്ള എംപ്ലോയീസിനെ മാക്സിമം അഫോർഡിലേക്ക് എത്തിത്തക്ക വിധത്തിൽ ഉള്ള ഒരു മാച്ചിങ് രീതിയിൽ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. These goals can be fulfilled by establishing operational objectives for the benefit plans and then creating such a plan which has the capabilities of meeting these objectives. Okay, നമുക്കറിയാം ലക്ഷ്യങ്ങൾ അല്ലെ. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ രീതികൾ ചില കാലത്തിലല്ലേ മേൽത്തട്ടിലുള്ളവരൊക്കെ ചിലപ്പോൾ അവരുടെ രീതിക്ക് അനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളാണെങ്കിൽ കീഴ്ത്തട്ടിലുള്ള ജീവനക്കാർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യം. അത് മാത്രമല്ല കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് ജീവനക്കാർക്ക് എഫക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് അല്ലെ, ഇത് സ്ഥാപിക്കേണ്ടതുണ്ട്. In certain cases, the appropriate designing of these type of benefits plans is seen as a one-time decision making rather than a continuous developing process. ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുത്തിട്ട് എംപ്ലോയിക്ക് അനുയോജ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് അതെ അല്ലെ നല്ല കാര്യമാകണമെന്നില്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് പ്രോസസ്സോടു അല്ലെ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ഹാപ്പിയാണോ, അവര് മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു അനലൈസേഷൻ നടത്തി ഒരു കണ്ടിന്യൂസ് ഡെവലപ്പിംഗ് പ്രോസസ് ആയിട്ട് മുന്നോട്ട് പോയാലാണ് കൃത്യമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. In fact, the benefit plans which were suitable for the workforce of previous years may not provide the same results for the present or future employees. Okay, ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില ഓർഗനൈസേഷനിലൊക്കെ ട്രഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന അതേ ആനുകൂല്യം തന്നെ ഇപ്പോഴും കൊടുത്തു പോകും അല്ലെ. അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ മാത്രം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം ഈ കാലഘട്ടത്തിലെ എംപ്ലോയീസ് ആത്മാർത്ഥതയോടുകൂടി പങ്കിക്കാൻ സാധ്യതയില്ല. കാരണം ഈ ഫ്യൂച്ചറിലെ എംപ്ലോയീസ് അല്ലെ ഭാവിയിലെ എംപ്ലോയീസിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാണ് അല്ലെ. ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്കറിയാം എപ്പോഴും ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പ്രിഫറൻസ് അല്ലെ. പണ്ട് നമുക്കറിയാം ഇച്ചിരി കൂടി ഫിനാൻസ് കൂട്ടി കൊടുക്കുന്നതിലായിരിക്കും അവര് താല്പര്യം കാണിക്കുക.
ഇപ്പോഴും അല്ലെ എപ്പോഴും ഫിനാൻസിന് അല്ലെ ഒരു പൈസയ്ക്ക് ദൗർലഭ്യമുള്ള കാലഘട്ടമായതുകൊണ്ട് തന്നെ കുറച്ച് ഇൻക്രിമെന്റോ അല്ലെങ്കിൽ സാലറിയൊക്കെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ് എങ്കിലും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം എംപ്ലോയീസ് ഒക്കെ ആഗ്രഹിക്കുന്നത് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആഗ്രഹിക്കുന്നത്. സോ അവരെ അല്ലെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പോസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അല്ലെ പ്രീവിയസ് ഇയറിൽ എന്താണോ നടപ്പാക്കിയത് അത് തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോയാൽ അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ശരിയാണോ? ആണോ? അതാണോ യഥാർത്ഥ കാര്യം? ഞാൻ പറയുന്ന വെറുതെ കേട്ടിരിക്കുകയാണോ? ശരിയാണോ? ഒഫീഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ തീരുമാനിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിൽ എന്താണോ ഫോളോ ചെയ്ത് അത് തന്നെ ഫോളോ ചെയ്താൽ മതിയോ? 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 പഴയ കാലഘട്ടത്തിലെ ബെനിഫിഷ്യൽ പാക്കേജ് തന്നെ ഫോളോ ചെയ്താൽ മതിയാവോ? ഈ കാലഘട്ടത്തിലെ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആവോ? ഇതെങ്ങനെ റിപ്ലൈ പറയാം? ഇല്ല അല്ലെ? നമുക്കറിയാം ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം അല്ലെ? പഴയ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി അല്ലെ സാലറി കൂട്ടി കിട്ടണം എന്നുള്ളൊരു മനോഭാവമായിരിക്കും എംപ്ലോയിക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം കുറച്ചും കൂടി അല്ലെ എന്റർടൈൻമെന്റോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് സ്ട്രെസ് ഒന്നും ഇല്ലാതെ ജീവിക്കാനൊക്കെ ആയിട്ടായിരിക്കും ഏതൊരു എംപ്ലോയും ആഗ്രഹിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർക്ക് ലഭ്യമാണ്. ഓക്കെ, ഇത് പാരഗ്രാഫ് കൊണ്ട് എടുക്കാലോ അല്ലെ? There must be a proper administration of benefits and services by the organizations as there can be incidents of lawsuits and civil penalties for those organizations which do not properly administer benefits and services. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനാണ്, അതായത് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇല്ലായെങ്കിൽ അല്ലെ ഭരണ നിർവഹണത്തിലെ നല്ല ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയവർക്ക് ലഭ്യമല്ല എങ്കിൽ ചില പെനാൽറ്റീസിനെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്തുകൊണ്ടാണ് ചിലതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഉള്ള കടമകളുണ്ട് അല്ലെ? നിയമത്തിന്റെ അണ്ടറില് ചില ആനുകൂല്യങ്ങളെല്ലാം ഇന്ന എംപ്ലോയീസ് അല്ലെ ഇത്രയും എണ്ണമുള്ള ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് അർഹതപ്പെട്ടതാണ്. സോ അതൊക്കെ പ്രോപ്പർലി തന്നെ അഡ്മിനിസ്റ്റർ ചെയ്ത് അല്ലെ ഭരണ നിർവഹകര് അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂകൾ വരുമ്പോൾ ആ കമ്പനിക്ക് അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട്. Hiring a benefits administrator or an HR manager can prove to be a less costly solution. ഓക്കെ, തീർച്ചയായിട്ടും മിക്കവാറും ഓർഗനൈസേഷനിലൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് അല്ലെ ലെസ് കോസ്റ്റ്ലി സൊല്യൂഷൻസ് അധികം പണം മുടക്കാതെ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള രീതിയായിരിക്കും അവർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. The activities of developing and managing the benefits for employees are taken care of by the benefits administrator. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അതിന് കൂടുതൽ കെയർ കൊടുത്തിട്ടായിരിക്കും അഡ്മിനിസ്ട്രേറ്ററിലുള്ള തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് എംപ്ലോയി നല്ല രീതിയിൽ എഫേർട്ട് എടുക്കാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കുറെ കടമകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവര് കോസ്റ്റ് കുറച്ചിട്ട് എംപ്ലോയിയെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെയാണ് പദങ്ങൾ ഉണ്ടാവുക അല്ലെ? ചിലപ്പോൾ ഒരു കുഞ്ഞു ട്രിപ്പ് സംഘടിപ്പിച്ചു കൊടുത്താൽ മതി, അവര് ഹാപ്പിയാവും അല്ലെ? അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഒരു അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു സെലിബ്രേഷൻ ഒക്കെ അടിച്ചുപൊളിയൊന്നും ഒരു ഫെസ്റ്റിവൽ പോലെയുള്ള ഒരു രീതി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് മതി. അപ്പൊ എന്താണോ കോസ്റ്റ് കുറഞ്ഞ എംപ്ലോയിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അത് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരെ ആലോചിച്ച് തീരുമാനിച്ചെടുപ്പിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അയച്ചു നോക്കാം. ഉണ്ടാക്കിയിട്ടുണ്ട്.
ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകളുണ്ടോ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്ന അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാട്ടോ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർ അല്ലെങ്കിൽ HR മാനേജർമാരാണ് ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തി കൊടുക്കുന്നത്. എംപ്ലോയീസിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതിന്റെയൊക്കെ ഇയറുകൾ ഒക്കെ ഓർത്ത് വെച്ചേക്കുക. പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.